ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ചിക്കുസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ചിക്കുസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളും ഞാനും കാത്തിരിക്കുന്ന വീഡിയോ. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറേ പേര് എന്നോട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കമൻറ്റ് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഒരു മാസം ആയിട്ട് ഇവിടെ ഈ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റൂം ഞാൻ പറഞ്ഞല്ലോ ഉള്ളിൽ ക്ലീനിങ് നടക്കുന്നുണ്ട്, ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പഴയ വീട് പോലെ തോന്നുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കിച്ചൺ ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചൺ കാണിക്കാമെന്ന് വെച്ചു. റൂം ഞാൻ വഴിയെ വേറെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ചോദിച്ചു, ഈ 2 ദിവസമായി ചോദിക്കണോ കിച്ചൺ ടൂറ്, കിച്ചണും കാര്യങ്ങളൊക്കെ കാണിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കിച്ചൺ കാണിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ വീട് മാറും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ കിച്ചൺ കാണിക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ കിച്ചൺ ടൂർ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിൽ പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. ഇത്ര വലിപ്പമുള്ളൂ. ഇവിടെ നമ്മൾ പല അടുക്കളയിൽ ഫാൻ ഉണ്ടാവില്ലേ, പക്ഷെ നമ്മുടെ ഈ അടുക്കളയിൽ ഫാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പിടിപ്പിച്ചതാണ് ഫാന്. നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഇത് വെച്ചിട്ടുണ്ട്, ഫർണിച്ചർ പോലത്തെ ഒരു റാക്ക് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ അറയിൽ ഹോർലിക്സും ചോറും പാത്രം കാര്യങ്ങളൊക്കെ, പിന്നെ ജ്യൂസർ, കുപ്പി ഗ്ലാസ് നമ്മൾ ഗസ്റ്റ് അതിന് വരുമ്പോഴുള്ളത്, പിന്നെ കത്തി, റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ, അത്യാവശ്യ പാത്രങ്ങളും ഇതൊക്കെ ഉള്ളത്. പിന്നെ ഇത് വിനാഗിരിയാണ് കേട്ടോ, വിനാഗിരിയും വിളക്കെണ്ണയൊക്കെ. അതിൻ്റെ താഴത്തെ അറയിൽ ഗ്രീൻ പീസും നമ്മുടെ കറിക്ക് പരിപ്പും ഗ്രീൻ പീസും, പിന്നെ പായസത്തിൻ്റെ ഇന്നലെ വിഷുവിന് പായസം ഉണ്ടാക്കി, പിന്നെ പരിപ്പ്, മുതിര, കടല, ചായപ്പൊടിയൊക്കെ, കാപ്പിപ്പൊടി. താഴത്തുള്ളത് പഞ്ചസാരയും, പിന്നെ സ്നാക്സിൻ്റെ വില സ്നാക്ക് പെട്ടിയിൽ തികയാത്തത് ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ പാത്രങ്ങളും ഫ്ലാസ്കും ജ്യൂസറും ബാക്കി ബൗളൊക്കെ വെക്കാനുള്ളത്. ഇത് ഇത്രയാണ് കേട്ടോ. ഇതിലൊക്കെ ഒരുവിധമൊക്കെ വെക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ഫർണിച്ചർ ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കയറ് വെച്ചേക്കുന്നത് നമ്മൾ പഴം വല്ലതും പാകമാവാത്ത ഒരു പഴം വാങ്ങിക്കുമ്പോൾ പച്ചപ്പഴം ഇവിടെ തൂക്കിയിട്ട് അത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നേന്ത്രപ്പഴം നമ്മൾ ഇടാറുണ്ട്. പിന്നെ ഇത് സോസ് പാന്, നമ്മുടെ മീൻകറി, മുട്ട റോസ്റ്റൊക്കെ വെക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ പുതിയത് വാങ്ങിച്ചാൽ കേട്ടോ. ഇത് വെള്ളയപ്പച്ചട്ടി, ഇത് കട്ടിങ് ബോർഡ്, ഇവിടെയും കയർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ കുപ്പി വെച്ചേക്കുന്നത് മണി പ്ലാന്റ് വെക്കാൻ കേട്ടോ, ചെടിയൊക്കെ ആയിട്ട്. ഇത് പിന്നെ അറിയാലോ, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ അത്യാവശ്യം പാൽപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ചായയിൽ പാൽപ്പൊടി ഇട്ടാണ്. ഇവിടെ അങ്ങനെയാണ് ഈ വീട്ടിൽ. ഇവിടെ പാൽപ്പൊടി അധികം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഓൾറെഡി. വാടക വീട് കാൽപ്പൊടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റിന് വേണ്ടി. ഇത് അമൃതം പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് വെളിച്ചെണ്ണ, അച്ചാറും, പിന്നെ ചീഞ്ചട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ വെളിച്ചെണ്ണയും കടുകും കാര്യങ്ങളൊക്കെ. ഇത് ഫ്ലാസ്കും, പിന്നെ ഇത് തന്നെ മുട്ട വയ്ക്കാനുള്ളതും. നമ്മൾ ആവശ്യത്തിന് വരെ മുട്ട എടുക്കണം, മുട്ട ഓംപ്ലേറ്റ് എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ. ഇത് നമ്മൾ കുടിക്കാനുള്ള വെള്ളങ്ങൾ ജഗ്ഗിലവിടെ വെള്ളം വെളിച്ചിട്ടുണ്ട് ഉന്മേഷം പോരാട്ടുണ്ട്. നമ്മൾ തിളപ്പിച്ചാറ്റിയത്. പിന്നെ ഇത് തണുത്ത വെള്ളം. ഇവിടെ മുമ്പ് മൺകല ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ മാറ്റി വേറെ സ്ഥലത്തേക്ക് മൺകല ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ജനലയുടെ ആവശ്യത്തിൽ കൂടെ മണി പ്ലാന്റ് നല്ലതാണ്. നിങ്ങളോടും പറഞ്ഞ എല്ലാ അടുക്കളയിലും മണി പ്ലാന്റ് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ബെഡ്റൂമിലും അടുക്കളയിലൊക്കെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ജനലിൻ്റെ അരികത്തൊക്കെ വെക്കുന്നത്. ഇതിപ്പോൾ ഒരു 2-3 വർഷം ഇവിടെ വെക്കണമെന്ന് പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത്യാവശ്യം വളരുന്നുണ്ട് കേട്ടോ. നല്ല ഇതും ഓക്സിജനും കാർബൺ ഡയോക്സൈഡ് ഭയങ്കര ഇത് കിട്ടും. പ്രകൃതി ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്ക് എയർ അത്യാവശ്യം കിട്ടും. പിന്നെ ഇത് മിക്സി ജാറ്. ഇത് മുട്ടയുടെ തവി തന്നെയാണ്. നമുക്ക് എക്സിബിഷൻ പൈപ്പ് കിട്ടിയതാണ് കേട്ടോ, ചെറുത്. അത് വലിയ ചട്ടി ഇത് ചെറിയ ചട്ടി. ഇത് പിന്നെ കല്ലുപ്പും സാദുപ്പും. ഇത് പിന്നെ ഗ്യാസ് സ്റ്റവ്. നമുക്ക് 2 ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ചോറും പാത്രത്തിൻ്റെ ഒരാള, പിന്നെ പ്ലേറ്റ്, നമ്മൾ ചെറിയ സ്നാക്സ് ഒക്കെ വെക്കുന്ന പ്ലേറ്റ്, ചെറിയ പ്ലേറ്റുകൾ. നമ്മൾ ചോറിനും എടുക്കാനുള്ള വലിയ പ്ലേറ്റുകൾ. ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇങ്ങനത്തെ പ്ലേറ്റുകൾ. ഇതിപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ പ്ലേറ്റും, പിന്നെ നമ്മൾ തവി ഇളക്കാള നമ്മൾ യൂസ് ചെയ്യില്ലേ, കറിയൊക്കെ ഇളക്കാള, പിന്നെ സ്പൂണ്, ചായ പിന്നെ കപ്പ്, പിന്നെ നമ്മൾ ചിപ്സൊക്കെ ഒരാളില്ല ഉണ്ടാവ് പോലത്തെ നമ്മൾ ചിപ്സൊക്കെ കുറേ ചട്ടിയിൽ അതൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. പ്ലേറ്റും സ്പൂണും തവിയും കയ്യിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് പിന്നെ ജ്യൂസർ, അരിപ്പ വയ്ക്കാനുള്ളത്. ഇവിടെ ഒരു ജനലുണ്ട് കേട്ടോ.
ഈ ജനലയുടെ മിക്സി ജാറ്, പിന്നെ ഇവിടെ കുറേ നമ്മുടെ പാത്രങ്ങൾ, കാലിപ്പാത്രങ്ങൾ, മൗണ്ടൻ ഡ്യൂവിൻ്റെ, സെവനപ്പിൻ്റെ, സ്പ്രൈറ്റിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ കുപ്പിയും കാര്യങ്ങളൊക്കെ, കുപ്പിയും കാലി ചെപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ്. ചോറും പാത്രം. പിന്നെ ഇത് ചോപ്പറാണ് കേട്ടോ. വെജിറ്റബിളും ക്യാബേജൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ കത്തിരിക്കും കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ നൂലപ്പത്തിൻ്റെ കത്തിരിക്ക കട്ടിംഗ് ബോർഡ് ജനലയുടെ തൂക്കിയിട്ടേക്കാണ്. ഇവിടെ പിന്നെ കുക്കർ, നമ്മൾ രാവിലെ അരിയൊക്കെ വെച്ചിട്ടുള്ള കുക്കർ, പിന്നെ 2 കുക്കറുണ്ട്. പിന്നെ ഇത് 2-3 പ്ലേറ്റിൻ്റെ പെട്ടിയുണ്ട് ഇതുപോലത്തെ. ഇത് മീനും മാങ്ങ, നമ്മൾ മാങ്ങ ഒക്കെ ഭയങ്കര ഇവിടെ നിറയെ മാങ്ങ ഉണ്ട് കേട്ടോ. മാങ്ങ സീസൺ ആയില്ലേ. മാങ്ങയുടെ അരിഞ്ഞിട്ടുള്ളത്, പിന്നെ മീനും ചിക്കനൊക്കെ ഇടാൻ 2 പ്ലേറ്റാണ് കേട്ടോ പാത്രം ഇതിൻ്റെ. പിന്നെ ചോറ്, കറി. ഇത് ഇന്നലത്തെ പായസം ഉണ്ട്, വിഷുവിൻ്റെ ഭാഗമുള്ള പായസം. ഇത് നമ്മൾ കഴുകിയിട്ട് ഇനിയും കഴുകാത്തതുണ്ട്. ഇത് പിന്നെ നമ്മൾ വാഷ് ബേസിൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി വാതിലിൻ്റെ ഇടയിൽ ഒരു 2 പാൻ ഇട്ടിട്ട് ഇത് ചപ്പാത്തി ചൂടാൻ നമ്മൾ തവി 2 സോസ് പാൻ, ഇത് പാൻ പോലത്തെ. താഴത്ത് അരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളരിയും മട്ടരിയും കാര്യങ്ങളൊക്കെ റേഷൻ കടയിൽ നിന്ന് നനച്ചതൊക്കെ. പിന്നെ ഇതിന് താഴത്ത് മൈദപ്പൊടി, അരിപ്പൊടി, ഗോതമ്പ് പൊടി, കടലമാവ് കാര്യങ്ങളൊക്കെ വെച്ച്, ശർക്കരയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ സിലിണ്ടർ, പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റും ചട്ടിയും ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ മൺചട്ടി താഴത്തിട്ട് മീൻകറിയൊക്കെ നമുക്ക് വെക്കാനുള്ളത്. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ്. പിന്നെ ഇത് അരിയുടെയാണ് കേട്ടോ. പിന്നെ സബോളയും വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ വെക്കാനുള്ളത്. പിന്നെ ക്ലോസിങ് ഡോറാണ് ഇട്ടത്. അതിൻ്റെ അവിടെ സഞ്ചിയും മോറൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളി എന്തെങ്കിലും നന്നാക്കും മോറ എടുക്കുക. പിന്നെ മിക്സി ജാർ 2 കേട്ടോ. ഇതൊരെണ്ണം വാങ്ങിച്ചതാണ്. പിന്നെ അതിന് വേറെ കിട്ടിയതാണ് കേട്ടോ. ഇത് ചെറിയ മിസ്റ്റേക്ക് വന്നപ്പോൾ ഒരെണ്ണം കൂടി വാങ്ങിച്ചതാണ്. പക്ഷേ ഇപ്പോൾ 2 വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇഞ്ചക്ഷൻ കുക്കർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ചായയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. V-Guardൻ്റെ. ഇത് നമുക്ക് 2 മിക്സിയാണ് കേട്ടോ. ഒരെണ്ണം ബ്ലൂ ലീഫിൻ്റെ, ഒരെണ്ണം ബട്ടർഫ്ലൈൻ്റെയും. 2 മിക്സി ജാറും പിന്നെ ഒരു ഇഞ്ചക്ഷൻ കുക്കർ. ഇതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഒരു കവറിൽ നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറില്ലേ, അതൊക്കെ ഫുള്ള് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. നമ്മൾ മൊത്തം നമ്മൾ കടയിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടും. മീനും ചിക്കനും മാർക്കറ്റിലേക്ക് പോകുമ്പോഴത് ആ പ്ലാസ്റ്റിക് കവർ മൊത്തം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൽ പ്ലാസ്റ്റിക് കവറും പേപ്പർ ബാഗൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ എന്ന് വെച്ചാൽ പാത്രങ്ങളാണ്. ഇതും പ്ലാസ്റ്റിക് കവറിൻ്റെ. ഇത് ചെരുപ്പ്. പിന്നെ ഇവിടെ മാങ്ങ. ഇവിടെ 2 മുറ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ 50-50ൻ്റെ മേളിൽ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. പഴുത്ത മാങ്ങ 50-60 പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. മൊത്തം ചെത്തി കഴിഞ്ഞു. ഈ ബാക്കിയുണ്ട്, അത് വൈകുന്നേരം കഴിക്കാനാണ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകത, ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രത്യേകത നിറയെ പഴുത്ത മാങ്ങ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് ഹോം ടൂറിൻ്റെ വ്ളോഗ് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. വ്ളോഗിൽ പണിതുണ്ടായിരുന്നു. കുറേ മാങ്ങ കേട്ടോ. സത്യം പറയും ഇവിടെ നിറയെ ഒരു 10-100 മാങ്ങ. രാവിലെ അത് ആദ്യം പെറുക്കുക ചെയ്യാം മാങ്ങ. അത്ര അധികം ഉണ്ട് പഴുത്ത മാങ്ങ. പിന്നെ ചിലതൊക്കെ കേടായതും. പിന്നെ എന്നാലും അത്യാവശ്യം മൊത്തം പഴുത്ത മാങ്ങ കിട്ടും, നല്ലതൊക്കെ. മധുരം എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ ജ്യൂസൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് മധുരത്തിൻ്റെ ആവശ്യമില്ല, പഞ്ചസാരയുടെ ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല മധുരമാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല മാങ്ങയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊരു ലൈറ്റ്, ട്യൂബ് ലൈറ്റ് ഉണ്ട്. 2 ലൈറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ട്യൂബ് ലൈറ്റ് ഉണ്ട്, പിന്നെ ബൾബുണ്ട് കേട്ടോ ഇവിടെ. ഇനി ഇതിൻ്റെ തട്ടുംപുറം കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ ഒരു കലരിക്കുന്നുണ്ട്. പിന്നെ ഇത് മൊത്തം ഫുൾ പുതിയതാണ് കേട്ടോ. ഇതൊന്നും തൊട്ടിട്ടേ ഇല്ല, ഫുൾ പുതിയതാണ്. അത് പഴയത്, അത് ഇതുപോലെ അണ്ടാവ് പോലത്തെ സാധനമാണ് കേട്ടത്. ചെമ്പ് ബിരിയാണി ഒക്കെ ഇല്ലേ, ബിരിയാണി ചെമ്പ്, അതുപോലത്തെ ചെമ്പാണ് കേട്ടോ. ഇത് ഉരുളി. ഇവിടെ വേറെ ഉരുളി ഇരിക്കുന്നുണ്ട്. ഇത് പക്ഷെ പഴയ ഉരുളിയാണ് കേട്ടോ. ഓർമ്മയ്ക്ക് വേണ്ടി ഇവർ എടുത്തു വെച്ചേക്കുന്നത്. ഇത് പിന്നെ ഇതൊക്കെ പിന്നെ ഇതൊക്കെ പിന്നെ പൊതിഞ്ഞ് വെച്ചേക്കുന്നതൊക്കെ ഫുൾ പുതിയതാണ് കേട്ടോ. ഇത് മൈജിന്ന് ഇപ്പം അടുത്ത് കൊണ്ടുവന്നതാണ്. പ്രഷർ കുക്കറും പിന്നെ വാഷിംഗ് മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട്. വേറെ കുക്കറും പിന്നെ സോസ് പാനും തവിയും ചോപ്പറും സ്റ്റീൽ പാത്രങ്ങളും ബൗളും പ്രഷർ കുക്കറും പിന്നെ ഇഞ്ചക്ഷൻ കുക്കറൊക്കെ. ഇത് പിന്നെ എന്തോ കലാണ് കേട്ടോ, പണ്ടത്തെ കലാണ്. ഇത് പണ്ടത്തെ കലയാണ് കേട്ടോ. ഇവിടെ പിന്നെ ഇടയിൽ പൈനാപ്പിള്, കുമ്പളങ്ങ, മത്തങ്ങ, ചേന, മത്തങ്ങ, വെള്ളരിക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ മിഞ്ഞാന്ന് വിഷു കണിക്ക് വെച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. നമ്മൾ 2 പൈനാപ്പിൾ വാങ്ങിച്ചു, ഒരെണ്ണം വെച്ചുള്ളൂ. അപ്പോൾ ഇത് പൈനാപ്പിൾ വെച്ചു, അതാണ് ഇനി കഴിക്കണം. വിഷു കണിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇനി നമ്മളത് കഴിക്കണം. ഇപ്പോൾ വിഷു കണിയുടെ ആവശ്യം കഴിഞ്ഞല്ലേ, നമുക്ക് ഇത് ഇനി എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ അത് വിഷു കണിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അത് ഈ ഷോക്കേസിൻ്റെ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഗ്ലാസ് സോസറൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ നിങ്ങളോട്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കള കേട്ടോ. ചുമരൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും മാറാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വൃത്തിയാക്കിയിട്ടില്ല. ഇത് ചുമരൊക്കെ കുറച്ച് പഴയതാണ് കണ്ട. ചുമരൊക്കെ കണ്ടാൽ മനസ്സിലാവും, പക്ഷേ നമ്മളിപ്പോൾ ഒരു മാസം നമ്മളിവിടെ ഉണ്ടാവുള്ളൂ, അതിനെ നമ്മൾ മാറും. ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ എൻട്രി കേട്ടോ. അവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ട് വശം കയറുന്നത്. ഫ്രണ്ട് വശത്ത് ഡോറില്ല. ഇതാണ് നമ്മുടെ കിച്ചൺ. എനിക്ക് ഭയങ്കര ഈ വിൻഡോൻ്റെ ഈ ഭാഗത്ത് ഇഷ്ടപ്പെട്ടു കേട്ടോ, മണി പ്ലാന്റ് ഒക്കെ വെച്ചേക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെല്ലാം ഒരു എല്ലാ വീട്ടിലും മണി പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇത് അതും പിന്നെ നമ്മൾ കുപ്പിയാണ് കേട്ടോ, ഒരു ചില്ല് കുപ്പിയാണ് മണി പ്ലാന്റ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ ഇവിടെ ബെഡ്റൂമിലും ഉണ്ട് മണി പ്ലാന്റ്. ബെഡ്റൂമിൽ ഇങ്ങനെ നേരെ ഉണ്ടാവും മണി പ്ലാന്റ് ഒക്കെ വെച്ച് വയ്ക്കും. മണി പ്ലാന്റ് ടർക്കിൽ വൈനില്ലേ, മറ്റേ നീട്ടി പോണതൊക്കെ. നിങ്ങളത് പ്രത്യേകം ചെയ്യേണ്ട, ഒരു കുപ്പി എടുത്തിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. വേരടക്കം ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് വെച്ചാൽ മതി, തന്നെ വരും. എല്ലാ റൂമിലും വെക്കുന്നത് വീടിന് തന്നെ കണ്ടിട്ടാ. വിൻഡോ സൈഡ് പ്രത്യേകിച്ച് കിച്ചൻ്റെ ഏരിയൊക്കെ. ഇവിടെ ഞങ്ങൾ ഈ കുപ്പി അറ്റത്തിരിക്കുന്ന കുപ്പി ഇവിടെ വെക്കണമെന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഓപ്പണിങ്. ഓപ്പണിങ് ഡോറില്ല. ഇവിടെ എൻ്റെ ക്ലോസിങ് നമ്മളിവിടെ നിന്ന് പോവും. അപ്പോൾ ഇവിടെ ഒരു ഡോർ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിന് പോകുമ്പോൾ ഒരു ക്ലോസിങ്ങിൽ ഒരു ഡോർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിലാണ് തവി ഇരിക്കുന്നത്. ഓപ്പണിങ്ങിലാണ് ഡോർ ശരിക്കും വേണ്ടത്, ക്ലോസിങ്ങിലാണ് വെച്ചേക്കേണ്ടത്. ഇവിടെ കുക്കറുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 4-5 കുക്കറുകളുണ്ട്, നിറയെ കുക്കറുകളും. പിന്നെ ഇഡ്ഡലി ചെമ്പും മേളിൽ കുറച്ച് ബിരിയാണി ചെമ്പ്, അതൊക്കെ പഴയതൊന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-60 വർഷം മുമ്പ് പഴക്കമുണ്ടാവും, കാരണം നിറം കണ്ടറിയാം. ഉരുളിയല്ല ഇതൊക്കെ. പിന്നെ പുതിയതാണ് പ്രഷർ കുക്കർ, ഇൻഡക്ഷൻ കുക്കറൊക്കെ. ഫാൻ ഉണ്ടായാലും കുഴപ്പമില്ല. ഒരുവിധ അടുക്കളയിലൊക്കെ ഫാൻ ഉണ്ടാവാറില്ല, പക്ഷേ ഈ അടുക്കളയിൽ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറയണേ മിക്സി 2 ഉണ്ട്. പിന്നെ ഇൻഡക്ഷൻ കുക്കറാണ്, നമുക്ക് കാപ്പിയും ചായയൊക്കെ ഉള്ളത്. ഇതൊന്നും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല. പിന്നെ മോറും, പിന്നെ വാഷ് ബേസിനൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, തട്ടിക്കൂട്ട് കിച്ചൺ എന്ന് പറയാം. ഒരു തട്ടിക്കൂട്ട് ഒരു മിനിമം കിച്ചൺ എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിൽ നിന്ന് നേരെ പോയി നമുക്ക് നമ്മുടെ വർക്ക് ഏരിയ എത്തിയിട്ടോ. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഇത് അലക്കണ സ്ഥലമൊക്കെ ഉള്ളത്, അലക്കണതും പിന്നെ കുറച്ച് മുളകിൻ്റെ സ്ഥലമൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ അലക്കാം. ഇവിടെ വാഷ് ബേസിനുണ്ട് കേട്ടോ. വാഷിംഗ് ബേസിൻ്റെ ഇവിടെ പല്ലേക്കിൻ്റെ. ഇവിടെ വാഷിംഗ് മെഷീൻ, ഇത് പുതിയത് മനസ്സിലാണ് കേട്ടോ, സാംസങ്ങിൻ്റെ. 2 വർഷമായി എന്ന് പറയുന്നത് വാങ്ങിച്ചിട്ട്. ഇത് പിന്നെ ഉരുളി, നമ്മൾ അടുപ്പൊക്കെ വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമുക്കിപ്പോൾ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊന്നും നമ്മൾ അടുപ്പിലാണ്, ഉരുളിയിലാണ് ചിക്കൻ കറി വെക്കല അടുപ്പിൽ. കാരണം അടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക നൊസ്റ്റാൾജിക് ടേസ്റ്റ് അല്ല ഉണ്ടാവാറ്. അപ്പോൾ പുറത്ത് അടുപ്പ് കൂട്ടി വെച്ചേക്കണം കേട്ടോ ചിക്കൻ കറി. അടുപ്പിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇത് പിന്നെ വിറകും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ചിരട്ടും കാര്യങ്ങളൊക്കെ. നമുക്ക് ഗ്യാസ് സ്റ്റവ് ഇപ്പം അധികം കിട്ടാനില്ലല്ലോ, ഹോട്ടലുകളൊക്കെ വരുന്നത് ഗ്യാസ് സ്റ്റവ് വന്ന് തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചിരട്ടകളൊക്കെ മുമ്പ് വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഹോട്ടലുകളൊക്കെ ഗ്യാസ് സ്റ്റവ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെന്താ, ഇതാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് വരുന്ന വഴി. നേരെ വന്ന് വർക്ക് ഏരിയ എത്തി. ഇത് പിന്നെ നമ്മുടെ അടുക്കളയുടെ ഇതാണ് കേട്ടോ, വിൻഡോ ആണ് കേട്ടോ. ഒരു വിൻഡോ ഇത്. പിന്നെ നമ്മൾ അടുത്ത വിൻഡോ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഈ വിൻഡോ എന്ന് നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടില്ലേ, മണി പ്ലാന്റ് വെച്ച വിൻഡോ. ഇത് പിന്നെ വേറെ വിൻഡോ. ഞാൻ നിങ്ങളോട് അന്നൊരു വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞു കേട്ടോ. അവിടെ താഴെ അടുക്കളയുടെ വിൻഡോൻ്റെ താഴെ നമ്മൾ ഇത് കറ്റാർവാഴ വയ്പ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കറ്റാർവാഴ മുഖത്ത് ഫേഷ്യലിനും കാര്യങ്ങളൊക്കെ ചെയ്യണില്ലേ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ, ഭയങ്കര ഫേഷ്യലും ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യില്ല കറ്റാർവാഴ. അത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവരെന്നെ വെച്ചേക്കുന്നത് നല്ല അത്യാവശ്യം പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ ഫേസ് പാക്കൊക്കെ ചെയ്തു മുഖത്ത് വെച്ച്, നല്ല തണുപ്പും. കറ്റാർവാഴ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, നല്ല ഫേസ് പാക്കിൻ്റെ മെയിൻ ഐറ്റമാണ് കറ്റാർവാഴ. നമ്മൾ അരച്ചിട്ട് ചെയ്യണില്ലേ പേസ്റ്റ് ഉള്ളിലത്തെ, അത് പുറത്തെ ഭാഗം നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ കറ്റാർവാഴയുടെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ കറിവേപ്പില, അതൊക്കെ ഞാൻ കാണിച്ചെന്താ നിങ്ങൾക്ക്. ഇരുമ്പമ്പുളി വളർന്ന് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. സീസൺ ആയെന്ന് എനിക്കറിയില്ല. അറിയെങ്കിൽ അതിൻ്റെ ഇരുമ്പുളിനെ കുറച്ചധികം അറിയാറില്ല. അറിയണവർ കമൻറ്റ് ചെയ്തിട്ട് സീസൺ ആയെന്ന്. വളർന്ന് വരുന്നുണ്ട്, കുറച്ച് ആയി വരുന്നുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് ആയി വരുന്നുണ്ട്. സീസൺ ആയി തോന്നുന്നുണ്ട്. ഇതൊക്കെ പിന്നെ എല്ലാ വ്ളോഗിലും കാണിച്ചത് നിങ്ങൾക്ക്, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയ വരുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഫൈനലായിട്ട് ഒന്നുകൂടെ അടുക്കള കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുക്കളയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഒരു തട്ടിക്കൂട്ട് അടുക്കള എന്ന് പറയാം. ഒരു മിനിമം വീട്ടിൽ ചെറിയ പിന്നെ ചുമരൊക്കെ ഉണ്ടെന്ന് പറയല്ലോ, അറിയില്ല നിങ്ങൾക്ക് പഴയ വീടിലെ പോലെ തോന്നുന്നുണ്ടെന്ന്. ഒരു പഴയ വീട് ഉറപ്പായിട്ടും പഴയ വീട് തന്നെ, ഒരു 10-60 വർഷമുള്ള പഴക്കമുള്ള വീട്. പക്ഷെ നമ്മൾ ഒരു മാസം അടുപ്പിച്ച് തട്ടിക്കൂട്ട് അടുക്കള എന്ന് പറയും. തട്ടിക്കൂട്ട് വീട് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു മാസം അടുപ്പിച്ച് ഒരു മാസം നിൽക്കണ കാര്യമാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ഒരു മാസം നിൽക്കണുള്ളൂ. അപ്പോൾ ഇതൊക്കെ കുഴപ്പമില്ല. ഒരു വിധം അടുക്കള ഇത് എല്ലാ വീട്ടിലും ഇങ്ങനത്തെ അടുക്കളയാവും. അപ്പം കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത് റൂമും റൂമും കിച്ചണൊക്കെ കാണിക്കുന്നത്. അപ്പോൾ റൂമിൻ്റെ ക്ലീനിങ് നടക്കുകയാണ്. കിച്ചൻ്റെ ആണ് ഇപ്പോൾ കാണിച്ചത്. കിച്ചൻ്റെ ഇത് കഴിഞ്ഞു. അപ്പോൾ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ തറയിലും നമ്മളിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാത്ത വീടുകളാണ്. അപ്പോൾ തറയും തുടക്കുകയാണ് കേട്ടോ. ചുമര് നമ്മൾ പെയിൻ്റൊന്നും അവർ അടിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ വേഗം കഴിഞ്ഞത്. അപ്പം തറയൊക്കെ തുടക്കുകയാണ്, അത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ കിച്ചൺ ടൂർ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാലേ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ.